എങ്ങനെയാണ് എല്ലാ കാര്യവും നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നൊന്നുമില്ലല്ലോ. ചില ദിവസങ്ങൾ ഇതുപോലെയാണ്, നമുക്കങ്ങ് സങ്കടമൊക്കെ വരും. സങ്കടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സങ്കടം വന്നിട്ട് തന്നെയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റത് ഒത്തിരി പ്ലാനായിട്ടാണ്. അപ്പോൾ എന്താ ഇന്ന് സംഭവിച്ചതെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാവേ. ഇന്ന് അപ്പുചേട്ടന് മോർണിംഗ് ആയിരുന്നു. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ 4 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം 6:30-ക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കണം. അപ്പോൾ വേഗം തന്നെ ഞാൻ ജോലിയെല്ലാം തീർക്കുന്നുണ്ട്. കാരണം എനിക്ക് ചേട്ടന് മീൻസ് ഫുഡൊക്കെ കൊടുത്ത് ആളെ ടാറ്റാ ബോബൈ പറഞ്ഞ് വിട്ടിട്ട് വേറെ കുറച്ച് പ്ലാനുണ്ട്. ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോമിക്കുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ആളെ കുളിപ്പിച്ച് റെഡിയാക്കി ഹോസ്പിറ്റലിൽ പോകണം, വാക്സിൻ എടുക്കണം. അതാണ് ഫസ്റ്റ് തിങ്. കാരണം എന്താണ്, അവനെക്കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരാതികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, നമ്മുടെ ഇവിടെ വാഴയുടെ കൃഷിയാണ് കേട്ടോ മാമൻ. അപ്പോൾ ആൾ ഈ കൊലയൊക്കെ കൊണ്ടുവന്ന് പഴുപ്പിക്കാൻ വെക്കുന്ന പത്തായപ്പുരയിലാണ്. അപ്പോൾ ചാർലിക്കുട്ടനും ടോമിയും കൂടെ ചെന്നിട്ട് ആ കൊലയെല്ലാം എടുത്ത് നശിപ്പിച്ചിട്ടുണ്ട്. പോരാത്തതിന് ടെറസിൻ്റെ മുകളിൽ ഇട്ടിരുന്ന എല്ലാ ഡ്രസ്സും ടോമി എടുത്തിട്ട്, എൻ്റെ ഡ്രസ്സ് പ്രത്യേകിച്ച് അവൻ കടിച്ച് പിന്നിയൊക്കെ ഇട്ടായിരുന്നു. പോരാത്തതിന് എൻ്റെ ചെരുപ്പും എടുത്ത് കടിച്ച് പൊട്ടിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി അത്യാവശ്യം നല്ലൊരു ചൊറിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടന് പറഞ്ഞു വിട്ടിട്ട് നേരെ അവനെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ സോപ്പ് നോക്കിയപ്പോൾ ചാർലിയുടെ സോപ്പും ഇല്ല, ഷാമ്പൂ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ സായൂട്ടനെ കുളിപ്പിക്കുന്ന ബേബി സോപ്പ് എടുത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തൽക്കാലത്തേക്ക് ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവനെ കുളിപ്പിച്ചിട്ട് വെച്ചിരുന്ന സോപ്പാണ് കേട്ടോ. അത് കഴിയാറായ സോപ്പായിരുന്നു. അപ്പോൾ അവനപ്പോൾ കൂട്ടി കയറ്റിയപ്പോൾ മുതൽ ആൾ പുറത്ത് ചാടാനുള്ള വഴിയാണ് നോക്കുന്നത്. ആദ്യമായിട്ടാണ് ചാർലിയുടെ കൂട്ടിൽ അവനെ ഞാൻ കയറ്റുന്നത്. കുളിപ്പിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. എന്തായാലും ഞാൻ കുളിപ്പിച്ച സമയത്ത് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അമ്പാടിക്കണ്ണനും ഉണ്ടായിരുന്നു. ആൾ ദേ പുറത്തിറങ്ങുമ്പോൾ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, അവൻ ചെരുപ്പിടത്തില്ല. ടോമിയെക്കാളും ഒരു കോലത്തിലാണ് അവൻ്റെ നടപ്പ്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അവനെ എനിക്ക് അടിച്ച് നനച്ച് കുളിപ്പിച്ചൊക്കെ എടുക്കണം. ആൾ ഫുൾ പാൻറ്റ് ഫാനാണ്. അപ്പോൾ ഇവരെ കുളിപ്പിച്ച് ഞാൻ ഈ ടൗലൊക്കെ കൊണ്ടിട്ടിട്ട് ടോപ്പിൽ പോയി നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. എൻ്റെ എല്ലാം നല്ല ഡ്രസ്സാണ് ഞാൻ മുകളിൽ കഴുകിയിട്ടിരുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് സങ്കടം വന്നു കേട്ടോ, നമ്മൾ ഈ ജോലിയുടെ ഇടയിലെല്ലാം ചെയ്തിട്ടിട്ട്. അപ്പോൾ മാമനും സ്വാഭാവികമായിട്ട് ദേഷ്യം വരുമല്ലോ. ഇതൊരു കൊല, ഈ കൊല അവ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ പത്തായപ്പുരയിലെ കൊല എല്ലാം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് തേങ്ങയൊക്കെ തിരികെ വെക്കാമെന്ന് വിചാരിച്ചിട്ടൊരു തേങ്ങ ഇങ്ങ് എടുക്കുന്നുണ്ട്. ഇനി തേങ്ങയായിട്ടുള്ള എൻ്റെ മൽപ്പിടുത്തം കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് തേങ്ങ പൊതിക്കാൻ അറിയില്ല എന്ന്. ഞാൻ തേങ്ങ പൊതിക്കും, പക്ഷെ പൊതിക്കുമ്പോൾ കുറേ സമയം എടുത്തിട്ട് യുദ്ധമാണ് അവിടെ, യുദ്ധം. തിരിച്ചും മറിച്ചും കുടിച്ചും ഹരിച്ചൊക്കെയാണ് ഞാൻ തേങ്ങ പൊതിക്കുന്നത്. ഇതിനിടയിൽ 10 വട്ടം തേങ്ങ താഴെ പോവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് പിടിച്ച്. എന്തായാലും ഞാൻ അവസാനം കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കും തേങ്ങയെ. അപ്പോൾ ഇതിനിടയിൽ അമ്പാടിക്കണ്ണും ചുറ്റിപ്പറ്റി നടപ്പുണ്ടായിരിക്കും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അവന് പിന്നെ തേങ്ങയുടെ വെള്ളം വേണം. തേങ്ങയുടെ വെള്ളം ആക്ക് ഗ്ലാസ്സിൽ കൊടുത്താൽ പോരെ, ഈ തേങ്ങയുടെ ആ ചിരട്ടയിൽ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഞാൻ 1-2 വട്ടം തേങ്ങ താഴെ പോകുന്നുണ്ട്. എന്നാലും ഞാൻ പതറൂല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയാം, ഒരു പാളി ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സെറ്റാവും. ഇതിനിടയിൽ അമ്പാടിക്കണ്ണൻ ദൂരെ നിന്നിട്ട് എന്തോ വേല ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവനെ നോക്കാൻ പോവാണ്. ആളിങ്ങനെ പുരയിടം ഫുള്ളിങ്ങനെ കറങ്ങി നടക്കും കേട്ടോ. എന്നിട്ട് നേരെ ഓടി വന്ന് എന്നോട് ചോദിക്കുവാണ്, അമ്മ എനിക്ക് കുറച്ച് തേങ്ങ വെള്ളം തരുമെന്ന്. എന്നിട്ട് നേരെ വീഡിയോയുടെ അടുത്താണ് പോകുന്നത്. അതായത് ഈ ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ട് പോവാണ്. ഇപ്പം കാണാം കലാപരിപാടി. 1 2 3 4 എന്ന് വിരലൊക്കെ വെച്ചിട്ടുള്ള ആക്ഷനാണ്. ിക്കുന്ന മുതൽ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് എന്നെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ആക്കിയിട്ട് രണ്ടും കൂടെ അടിയും കൂടിയിട്ട് അവസാനം ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അവൻ്റെ ആഗ്രഹം പോലെ അങ്ങനെ തേങ്ങ ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മറ്റേ ഒരു വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത്. അതായത് തേങ്ങയുടെ ഈ മീൻസ് നമ്മുടെ കുത്തി ഓട്ടയിടുന്നൊരു കണ്ണുണ്ടല്ലോ, ആ കണ്ണിൻ്റെ നേരെ വരുമ്പോഴത്തേനും ഒരു വര പോലെ ഉണ്ടാവും. അപ്പോൾ ആ വരയിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വെട്ടുകത്തിക്ക് വെട്ടിക്കഴിഞ്ഞ് കറക്റ്റ് 2ആയിട്ട് പിളർന്ന് വരും എന്നാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ തേങ്ങയിലാണെങ്കിൽ മുഴുവൻ വരകൾ. അതിലെനിക്ക് നോക്കിയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു വര നോക്കിയിട്ട് ഞാനൊരു ടക്ക് അങ്ങ് കൊടുത്തു. പക്ഷെ സംഭവം വർക്കിംഗ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അടിച്ച് പൊട്ടിച്ച് ഒരു സൈഡ് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരുമാതിരി കോണാന്ന് പറഞ്ഞിട്ടാണ് ഇത് പൊട്ടി വന്നതെന്ന് മാത്രം. പക്ഷെ അമ്പാടിക്കണ്ണന് ഫുൾ ടെൻഷനാണ് കേട്ടോ. കാരണം ഞാൻ ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ പകുതിയും വെള്ളം താഴെ പോകും. പിന്നെ അവൻ ഒരു പാത്രമൊക്കെ ആയിട്ട് അടിയിൽ നിന്നൊക്കെയാണ് ഈ വെള്ളം കളക്ട് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ സെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് ഒരുവിധം അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് സക്സസ് ആയിട്ട്. അപ്പോൾ അവൻ തുള്ളിച്ചാടി വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. പണ്ട് എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ പരിപാടി. ഞാൻ ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഗ്ലാസ്സുമായിട്ട് ഇങ്ങനെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കും ഈ വെള്ളം എടുക്കാൻ. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഇതൊക്കെ പിന്നും സഹിക്കാം. എവൻ ഈ തേങ്ങ വെള്ളം കുടിച്ചിട്ട് ആ തേങ്ങ എടുത്ത് വെച്ചിട്ട് എലി കരളും പോലെ ഇങ്ങനെ കരണ്ടോണ്ട് നടക്കും. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയൂല കേട്ടോ.
അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആശാനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തു. അപ്പോൾ ദേ കണ്ടോ, നമ്മുടെ ഇതിൽ തേനുണ്ട് കേട്ടോ. ഈ വാഴക്കൂമ്പിൽ 2-3 നിൽപ്പുണ്ട്, അതിൽ തേനുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും അവനെ എടുത്ത് പൊക്കിയിട്ട് അതിങ്ങനെ പറിക്കാൻ പറയുകയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരെന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ വാഴക്കൂമ്പ് എടുക്കല്ലേടാന്ന് പറയുമ്പോൾ കൂമ്പ് എന്താണെന്ന് അമ്പാടിക്ക് പറഞ്ഞുകൂടാ. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എന്തായാലും സാധനം കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തേനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവനിങ്ങനെ ആദ്യം 2-3 ഞാൻ എടുത്തു കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് അമ്മ ഇനിയും തേനുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആൾ അവിടെ ഇരുന്ന് തപ്പി പരതി ഉള്ള തേനെല്ലാം കൂടി എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആത്തിച്ചക്ക പഴുത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും പോയി നോക്കിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഉണ്ണിച്ചേട്ടൻ വന്നപ്പോഴത്തേനും ടോമിയെ പിടിക്കാനുള്ള നടത്തുവാണ് കേട്ടോ. അപ്പോൾ ടോമി ആദ്യമേ ഫുൾ ദേഷ്യത്തിലിരിക്കുകയാണ്. അവനെ ഞാൻ കുളിപ്പിച്ചല്ലോ, ആ ഒരു കലിപ്പുണ്ട്. അപ്പോൾ എന്തുവാണ് ഈ കൂടെയും പാത്രമൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവന് ഡൗട്ട് അടിച്ചോ എന്നൊരു ഡൗട്ട് എനിക്കില്ലാതില്ല. ഒരു റൗണ്ട് ഞാൻ എന്തായാലും ഡിക്കി തുറന്നിട്ട് അതിനകത്തേക്ക് അവനെ കയറ്റാൻ ഓർത്തു കേട്ടോ. അപ്പോൾ അവൻ താഴെ ഇറങ്ങി ചാടിക്കളഞ്ഞു. വീണ്ടും ഞാൻ എന്നിട്ട് ആദ്യം ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന് ഞാൻ ബെൽറ്റ് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ബെൽറ്റ് ഇല്ലാതെ ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആള് സെറ്റ് ആയിട്ടില്ല, അതാണ് സത്യം. ഏകദേശം പെഡിഗ്രിയുടെ പകുതിയോളം അവനെ ഇങ്ങനെ ഞാൻ കൊടുത്ത് തീർത്തു. അപ്പോൾ ലാസ്റ്റ് ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ അത് ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിരിക്കാതിരിക്കുക, അവനെ വിളിക്കുക, അവൻ വരികയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാമെന്ന്. കാരണം അല്ലാതെ ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേനും എടുത്തു ചാടി ഓടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ടൈം ആയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു രീതിയിലും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ചേട്ടാ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അവൻ ആദ്യം ഒരു ബെൽറ്റ് മേടിച്ചിട്ട് അവനൊന്ന് കെട്ടിയിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സിറ്റുവേഷൻ ആക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റൽ വരെ കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം, എന്നിട്ട് എന്തുവാണ് വാക്സിൻ എടുക്കാം. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത്യാവശ്യമാണ്. കാരണം വീട്ടിൽ നല്ല രീതിയിൽ വഴക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്നലെയെന്ന് വെച്ചാൽ ഞാൻ ഓഫീസിൽ പോയ നേരത്തിനായിരുന്നു ഈ ചാർലിക്കുട്ടനും ടോമിയും കൂടെ ചെന്നിട്ട് മാമൻ പഴുപ്പിക്കാൻ വെച്ചിരുന്ന കൊലയൊക്കെ എടുത്തിട്ട് ഫുള്ള് ചീത്തയാക്കിയത്. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ തന്നെ മാമന് നല്ല ദേഷ്യമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടൻ എന്തായാലും ശ്രമമൊക്കെ ഉപേക്ഷിച്ച് പോയി. പിന്നെ ഞാൻ നെക്സ്റ്റ് പ്ലാൻ ചെയ്തത് നമ്മുടെ ചാർലിക്കുട്ടൻ്റെ ഒരു കുഞ്ഞ് ബെൽറ്റ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അതെടുത്ത് വെച്ചിട്ട്, അതായത് ചാർലി കുഞ്ഞായിരുന്നു ഇപ്പോൾ മേടിച്ചത്. അപ്പോൾ ചേന എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഞാൻ അതെടുത്ത് വെച്ചിട്ട് അവനെ കെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു, വേണ്ട, ഇനി ഇതിനെ ഇവിടെ വളർത്താൻ പറ്റത്തില്ല എന്ന്. നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഇഷ്യൂ ആയിരിക്കും. പിന്നെ എല്ലാവരും ഒരു മൈൻഡ് സെറ്റ് ആവണം എന്നില്ലല്ലോ. ആൻഡ് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കേട്ടപ്പോൾ എനിക്കങ്ങ് വല്ലാത്ത സങ്കടമായിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തോ എന്നുള്ളൊരു തോന്നലൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വല്ലാതെ ഇങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനെ ആ ഫീലിങ്സ് എല്ലാം കൂടെ കയറിയിട്ട് ഞാൻ വിചാരിച്ചു അവനെ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. അതിനും പറ്റുന്നില്ല, ഇവിടെ നിർത്താനും പറ്റുന്നില്ല, അവിടെ കൊണ്ടുപോകാനും പറ്റുന്നില്ല, അവനിനി ഫുഡ് കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല. ആകെപ്പാടെ മൊത്തത്തിൽ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥ. ഇതൊക്കെ ആയപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമായി. അവൻ ഞാൻ പറയുന്ന കേൾക്കുന്നുമില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെയാണ് കരഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.